സാറേ, മെസ്സിയുടെ വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നേരത്തെ റിപ്പോർട്ടർ ടിവിയുടെ പങ്കിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ കായിക വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളിൽ വലിയ സംശയങ്ങളുണ്ട്. നിലവിലെ കായിക മന്ത്രിയായിട്ടുള്ള OJ ജനീഷ് പലതവണ അത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു വനിതാ കോളേജ് അധ്യാപികയ്ക്ക് ഒരു നിർണായകമായ പങ്കുണ്ട്. പക്ഷേ മന്ത്രി പറയുന്ന അനുസരിച്ചാണെങ്കിൽ പല രേഖകളും ഇപ്പോഴും ഈ സർക്കാർ മന്ദിരങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് കള്ളക്കളികൾ അതിൽ മന്ത്രി ഉൾപ്പെട്ടു, അങ്ങനെയൊക്കെയാണോ വായിച്ചെടുക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ APM മുഹമ്മദ് ഹനീഷ് ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ്റെ കൂടെ തുടക്കത്തിൽ കായിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നതാണ്. ഇങ്ങനൊരു ഫയല് ആദ്യം ഹനീഷിൻ്റെ കയ്യിൽ വന്നപ്പോൾ തന്നെ ഹനീഷ് കൈയൊഴിഞ്ഞു. ഇതിൽ ഞാൻ ഇതുമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കീറിക്കളഞ്ഞതായിട്ടും പറയുന്നുണ്ട് ആ കടലാസുകളൊക്കെ. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഹനീഷിനെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു, പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആണ് ഈ സ്വന്തം നിലയ്ക്ക്, അപ്പോഴും സ്വന്തം നിലയ്ക്ക് ഈ പേഴ്സണൽ ഇമെയിലില്ലേ, സ്വന്തം ഇമെയിലിൽ നിന്നാണ് അബ്ദുറഹ്മാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അയക്കുന്ന പല സാധനങ്ങളും ഈ പൊന്നാനിയിലെ പ്രൊഫസർ അമീറ ഐഷ ബീഗത്തിന് കോപ്പി വയ്ക്കുക. അത് സർക്കാരിൻ്റെ ഭാഗമല്ലല്ലോ, സർക്കാരിലുള്ള ആളുകൾക്ക് മാത്രമല്ലേ കോപ്പി വെക്കണ്ടൂ. അപ്പോൾ പൊന്നാനി MES കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമീറ ഐഷ ബീഗം. അപ്പോൾ അമീറ ഐഷ ബീഗം പറയുന്നത് ഭർത്താവിന് അബ്ദുറഹ്മാനെ പരിചയമുണ്ട്, അങ്ങനെ വന്നാണ്. പിന്നെ അമീറ ഐഷ ബീഗത്തിന് ഫുട്ബോളിൽ വലിയ ആവേശമാണ്. അവർ ഷാർജയിലെ ലോകകപ്പ് ഖത്തറിലെ ലോകകപ്പ് കാണാൻ പോയിരുന്നു. പ്രതിഫലം ഇല്ലാതെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ചെറുതുരുത്തിക്കാരിയാണ് അവർ, കഥകളിയുടെയൊക്കെ ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് പാബ്ലോ ഡയസ് എന്ന് പറഞ്ഞിട്ടൊരു അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹിയെ, പാബ്ലോ ഡയസിനെ അവർക്ക് പരിചയം ഉണ്ട്. എങ്ങനെയാണെന്നറിയില്ല. ആ മറ്റേ ലോകകപ്പിന് പോയപ്പോൾ കണ്ടോ എന്താ ചായ കുടിക്കാൻ അങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയൊക്കെയാണ് അവരവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2022 മുതൽ അബ്ദുറഹ്മാൻ ഉദ്യോഗസ്ഥരെ ഇരുട്ടിൽ നിർത്തിയിട്ട് സ്വകാര്യ ഇമെയിൽ വഴിയാണ് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ AFAക്ക് ഉള്ളത്. പിന്നെ ഫയലുകൾ വകുപ്പിൽ എത്തുന്നത് 2024 മാർച്ച് 18 മാത്രമാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ഫയല്, മുഴുവനൊന്നും അതിൻ്റെ അകത്തില്ല. ഈ കായിക വകുപ്പിലെ തപാൽ വഴിയോ കറണ്ട് രജിസ്റ്റർ വഴിയോ അല്ല ഫയൽ നീക്കം, നേരിട്ട് മാത്രമാണ്. അപ്പോൾ ധനകാര്യ വകുപ്പിലേക്കൊന്നും ഒരു കാര്യവും പോയിട്ടില്ല. നിയമവകുപ്പിൻ്റെ പരിശോധന ഒന്നിലും നടന്നിട്ടില്ല. ഒരു രാജ്യാന്തര സംഘടനയുമായിട്ട് സാമ്പത്തിക ബാധ്യതകളിൽ ഏർപ്പെടുമ്പോൾ അത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് അറിഞ്ഞിരിക്കണ്ടേ? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കായിക വകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങേരും ഒരു പിന്നീട് വന്ന കായിക സെക്രട്ടറി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് സംഗതി നടന്നത്. സ്റ്റോർ പർച്ചേസ് ചട്ടങ്ങൾ, ട്രഷറി കോഡ് ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പ്രപ്പോസൽസ് രജിസ്റ്റർ ചെയ്യാതെ മന്ത്രിതലത്തിൽ നേരിട്ടാണ് കൈകാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. ഫിഫ AIFF എന്നിവയുടെ ഒന്നും അനുമതി ഒരു കാര്യത്തിനും ഇല്ല. എന്തോ ഒരു കടലാസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഇതാണ് അനുമതി പത്രം എന്നിട്ട് കടലാസ് ശങ്കരാടി പറഞ്ഞു ഇതാണെന്ന്. അപ്പം മറ്റേ മൊട്ടാരുൺ പറഞ്ഞേ നമുക്ക് ഈ രേഖകൾ മുഴുവൻ പ്രേക്ഷകരെ കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആൻഡ് പറയണേ അത് പറ്റില്ല സാറേ, ഇതിൻ്റെ അകത്തൊരു കോൺഫിഡൻഷ്യൽ വ്യവസ്ഥയുണ്ട്, ഇപ്പൊ പുറത്തു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമ പോരാട്ടം ആരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് രേഖ വേണ്ട ഇതിന് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വിദേശ നാണ്യ വിനിമയ നിബന്ധനകൾ ഇതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ലിയാൻഡ്രോ
പീറ്റേഴ്സൺ, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ജെ ഡയസ്, മറ്റേ ടീച്ചർക്ക് പരിചയമുള്ളത് പാബ്ലോ ജെ ഡയസ് എന്നിവരുമായി നേരിട്ട് ഇമെയിൽ വഴി ബന്ധപ്പെട്ടതായിട്ടാണ് അബ്ദുറഹ്മാൻ അവകാശപ്പെടുന്നത്. എൻ്റെ സംശയം ഈ രണ്ടുപേരുടെയും വിദേശികളുടെ ഇമെയിൽ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഈ ആൻഡോ വ്യാജമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആൻഡോയുടെ തന്നെ മെയിലിലേക്കാണോ ഇത് പോയിക്കൊണ്ടിരുന്നത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ വരാമല്ലോ. അതെ, ഇവരുടെ ശരിക്കുള്ള മെയിലാണ് ഇതെന്നുള്ളത് ആർക്കാ ഉറപ്പ്? ഒരു വ്യാജ മെയിൽ സൃഷ്ടിക്കാൻ രണ്ട് വ്യാജ മെയിൽ ഉണ്ടാക്കിയിട്ട് ഇവരാണ് കേട്ടോ, ഇവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ സ്പെയിനിൽ വരട്ടെ എന്ന് ചോദിക്കുന്നു. അത് ഈ ഡയസ് എന്ന് പറഞ്ഞ ആൾക്കാണെന്ന് വിചാരിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഇമെയിൽ അയക്കുന്നത്. പക്ഷെ ആ ഇമെയിൽ എത്തുന്നത് ആൻഡോ ഉണ്ടാക്കിയ വ്യാജമാണെങ്കിൽ ആൻഡോയുടെ കയ്യില ഉടനെ പോരെ സ്പെയിനിലേക്ക് ചായം പരിപ്പോടേം തരാം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ അകത്ത് പോകുന്നത്. അതിൽ 13 ലക്ഷം ചെലവായി സ്പെയിനിൽ പോയിട്ട്. ആരെ കണ്ടു? അതിന് വ്യക്തത ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഇത് സംബന്ധിച്ച് ഈ ഇടപാടുകളില്ലേ, കത്തിടപാടുകൾ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ രേഖകളൊന്നും ഇപ്പോഴും ഈ പറയുന്ന ഓഫീസുകളിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ രേഖയില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ നടന്നുവെന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഇതിനകത്ത് നഷ്ടമുണ്ടാകുന്ന റിപ്പോർട്ടർ TV-ക്കാണ്. അവരുടെ പൈസയല്ലേ പോയത്, നിങ്ങൾക്ക് എന്താ ഇത്ര ചെയ്തോന്നൊക്കെ ചോദിക്കുന്നു. അപ്പം മന്ത്രി OJ ജനീഷ് പറയുന്നുണ്ട് അങ്ങനെയല്ല, സർക്കാർ ഖജനാവിനും നഷ്ടമുണ്ട്. സർക്കാരിനെ അല്ലെ ഔദ്യോഗിക മിഷനറീസ് മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ സർക്കാരിനെ കൂടെ വഞ്ചിക്കുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയല്ലേ. ഇത് ആകെ പിടികിട്ടാത്തൊരു സംഗതി 162 കോടി രൂപയോ 126 കോടി രൂപ ആൻഡോയ്ക്ക് ഇവിടുന്ന് കിട്ടി. അതാണല്ലോ പ്രശ്നം. അപ്പൻ്റെ അപ്പനോ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ദീപികയുടെ ലേഖനോ മറ്റോ അല്ലായിരുന്നോ വയനാട്ട്? ഞാൻ പറയുന്നേ അറിയില്ല എനിക്ക്. അപ്പോൾ അതിന് ശേഷമാണ് ഈ മുട്ടിൽ മരമറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരായില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് പോയി പിന്നെ ജാമ്യമില്ല വാറൻ്റൊക്കെ പുറപ്പെടുവിച്ചു. അതിനുശേഷം പറയുന്നു എനിക്കെതിരെ വാർത്ത ചെയ്താൽ അവർക്കെതിരെ എല്ലാം നല്ല നിലപാടെടുക്കും, നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ മെസ്സിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്തതിൽ അവ്യക്തതയുണ്ട്. ഇതിനകത്ത് ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ അവ്യക്തമുണ്ട്. ഇതെന്തിനാണ് ഇത് ഈ അവ്യക്തത? ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയാണ്. ആൻഡോ പറയുന്നില്ലേ ഏതോ രാജ്യാന്തര ആർബിട്രേറ്ററുടെ അടുത്ത് എന്തോ കേസ് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഈ രേഖകൾ പുറത്തു. എവിടെ? എന്ത് കേസ്? ഏത് കേസ്? അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് 126 കോടി രൂപയുടെ സോഴ്സ് എന്ത്? ഇങ്ങനെ ഇവിടെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ടേ അവരാണ് ഇതിന്റെ ഇടനില എന്ന് പറഞ്ഞില്ലേ? അതിന്റെ വിലാസം റിപ്പോർട്ടർ ചാനലിന്റെ വിലാസമാണല്ലോ. അപ്പോൾ മാത്രമല്ല, അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തുന്നത്, എന്നിട്ട് അതിനകത്ത് സർക്കാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം മനഃപൂർവ്വം. നഷ്ടം സംഭവിച്ചില്ല എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടില്ലേ? അതെ. ആ 13 ലക്ഷം അത് നഷ്ടമല്ല സ്പെയിനിലേക്ക് പോയതിന്റെ. അതെ, ഈ അബ്ദുറഹ്മാൻ തന്നെയാണ് സാറേ മലപ്പുറത്തെ ഒരു സ്കൂളിൽ ചെന്നു പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത നവംബർ 8 മുതൽ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഒരാഴ്ചക്കാലം മെസ്സി ഇവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ കുട്ടികൾ കരഘോഷത്തോടെ സ്വീകരിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ ആധികാരികമല്ലാത്ത സഞ്ചരിക്കുന്നതും ഒക്കെ ഒരു AI മറ്റോ ഉണ്ടാക്കിയിട്ട് ആൻഡോ പ്രദർശിപ്പിച്ചില്ല. അതെ, മലപ്പുറം മുതൽ എറണാകുളം വരെ കണ്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ഈ മന്ത്രിക്ക് ഈ ആധികാരികമല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഉളുപ്പുളവാക്കുന്ന കാര്യമല്ലേ? അല്ല, മറ്റേ അബ്ദുറഹ്മാൻ ബിസിനസ്സുകാരനല്ലേ? അതെ. അപ്പോൾ ബിസിനസ്സിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ളത് കൊണ്ടല്ലേ ഈ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡോ പറയുന്ന സാധനമല്ലേ അബ്ദുറഹ്മാനും പറയുന്നത്. പുള്ളി 2 കൊല്ലം സ്വന്തം ഇമെയിലിൽ നിന്നാണല്ലോ അയച്ചുകൊണ്ടിരുന്നത്. അതെ. ഇനി മാത്രമല്ല, ഈ അമീറ എന്ന് പറയുന്ന കോളേജ് അധ്യാപികയുടെ റോൾ എന്താണെന്ന് കൂടെ വ്യക്തമാക്കണ്ടേ? അവർക്ക് എന്തിനാണ് ഇതിനകത്തുള്ള ഒരു ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെ അവർ ഇതിനകത്ത് എങ്ങനെ ഇൻവോൾവ് ആയി? ഇതിനകത്ത് ഒരുപാട് ദുരൂഹത. ചങ്ങാതി, ഇപ്പം മെസ്സി വിരമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ അപ്പനെ ഇനി സഹായത്തിനൊന്നും കിട്ടില്ല എന്ന് തോന്നിയിട്ടല്ലേ? എങ്ങനെയെങ്കിലും ഈ അപ്പനെ ബന്ധപ്പെട്ടാൽ പോരായിരുന്നു. അപ്പനായിരുന്നല്ലോ എല്ലാത്തിനും അല്ലേ മുന്നിൽ നിന്നത്. അത്രയും ബുദ്ധി ഇവർക്ക് പോയി. അപ്പനാരാ മോൻ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അപ്പനുമായിട്ട് എങ്ങനെയെങ്കിലും വിലാസമൊക്കെ കണ്ടുപിടിച്ചിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുമായിരുന്നു. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യാജ മേൽവിലാസം അപ്പന്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഈ ടീച്ചർ വീണ്ടും ആണെങ്കിൽ ആൻഡോ 24-ാമത്തെ വയസ്സിൽ ആദ്യത്തെ മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയും ഒരു 200 സ്ക്വയർ ഫീറ്റ് കടയും ഒക്കെ ആയിട്ട് മാംഗോ തുടങ്ങുമ്പോൾ 24 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അന്ന് തുടങ്ങിയതല്ലേ? നമ്മൾ അദ്ദേഹം വേറെ ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ബാൽ ഗംഗാധർ തിലക് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ചിട്ട് ചാടിയപ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സാന്നൊക്കെ പറയുന്ന പോലെയാണ് ആൻഡോ. മാംഗോ തട്ടിപ്പ് നടത്തുമ്പോൾ 24 വയസ്സ്, ഇപ്പോ ഇത്ര വയസ്സ്.
അത് ചെറിയ പ്രായത്തിൻ്റെ ഇടയ്ക്കിൽ എത്ര തട്ടിപ്പ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇത് ഭീകരമായിപ്പോയി. 126 കോടി രൂപയുടെ സോഴ്സ് പറ എവിടുന്ന് കിട്ടി? 1 ലക്ഷം രൂപയാണ് ഇങ്ങേരുണ്ടാക്കിയ ഈ കടലാസ് കമ്പനിയില്ലേ, ഇവർ സ്പോൺസറായിട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാജ കമ്പനിയില്ലേ, ഗോട്ട് എന്നൊക്കെ ഉള്ളൊരു കമ്പനി പേരില്ലേ, ആ കമ്പനിക്ക് മൂലധനം 1 ലക്ഷം രൂപ മാത്രമാണെന്നേ. ഈ ഇങ്ങനെ സ്പോൺസറായിട്ട് വരുന്നതിന് 2 മാസം മുമ്പ് മാത്രമാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 മാസം മാത്രം പ്രായമുള്ള കമ്പനിയിൽ വിശ്വസിച്ചാണ് അത്രയും പൈസയും മുടക്കിയിട്ട് ഇങ്ങനൊരു ഉദ്യമത്തിൽ ഇറങ്ങി പുറപ്പെടുന്നത്. ആണ്. അബ്ദുറഹ്മാൻ്റെയൊക്കെ വിശ്വാസമൊക്കെ ആർജിച്ച് അബ്ദുറഹ്മാൻ ഇതിൻ്റെയൊക്കെ ഗംഭീരമായ ഭാഗമാണ്. ഒരു കച്ചവടം നടത്തി കാശുണ്ടാക്കാം, 126 കോടി രൂപയൊന്നും അയച്ചിട്ട് 5 പൈസ ചിലവാക്കാതെ കോടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു കച്ചവടമാണിത്. ആർക്ക് 126 കൊടുത്തു? ഇയാൾ പറയുന്ന കമ്പനി ആ അമേരിക്കയിലുള്ളത് ഒരുപാട് തട്ടിപ്പ് കേസുകളിൽപ്പെട്ട കുഴപ്പം പിടിച്ചൊരു കമ്പനിയാണ്. ആ പേര് ഒരു നല്ല കമ്പനിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മറ്റേ തട്ടിപ്പിലൊക്കെ പെട്ട കമ്പനികളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ ഇപ്പം മറ്റേ GSTയിൽ 22 കോടി രൂപ, 12.5 കോടി രൂപ അല്ല, അത് 12 അല്ല 22 എന്ന് ഇപ്പോൾ ഞാൻ കണ്ടു. 12 എന്നാണ് ആദ്യമൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും കാഞ്ഞങ്ങാട്, അതെ, അപ്പോൾ അതിൻ്റെ അകത്തും പിടിക്കപ്പെടുമല്ലോ. അതെ. കാരണം അപ്പം ഈ 126 കോടി രൂപ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പേരിൽ എന്തായാലും 22-23 കോടി രൂപയോളം അടക്കട്ടെ, ആളിൽ നിന്ന് പിടിക്കണമല്ലോ. അതെ. മുമ്പ് ഈ അരുൺ തന്നെയല്ലേ ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി അവതരിപ്പിച്ചത് ഇല്ലേ? അതാണ്. അപ്പം ആ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഈ രേഖകൾ മുഴുവൻ ജനത്തിനെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല അരുൺ സാറേ എന്നിങ്ങേരും പറയുന്നുണ്ടല്ലോ. അതോടുകൂടി തീർന്നു പോയില്ലേ, കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് മുതലാളിയോട് ചോദിക്കാതെ പറഞ്ഞതായിരിക്കില്ലേ? അതിനുള്ള പനിഷ്മെൻറ്റും ഉണ്ടാവില്ലേ? മുതലാളിയെ പുള്ളിയും വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കും. മറ്റേ ആൻഡോ മൊട്ടരുണ്ണും ഇതുപോലത്തെ കുറേ ഇമെയിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം അങ്ങോട്ടായിരിക്കും ചെല്ലുന്നതേ. എന്തായാലും സത്യമൊക്കെ ഇനി പുറത്ത് വരും. വലിയ താമസമൊന്നും ഉണ്ടായില്ല എന്ന് വേണം. എന്തായാലും അബ്ദുറഹ്മാൻ ഇതിൻ്റെ അകത്ത് പിടിക്കപ്പെടും. മറ്റേ ഖജനാവിന് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ. പിന്നെ 126 കോടി രൂപ അതിൻ്റെ സോഴ്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ ഉള്ളത്, എവിടെ നിന്ന് വന്നു. 126 കോടി രൂപയുടെ ഒരു കണക്ക് പറയുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ആൻഡോയുടെ മുകളിൽ ഇനി ED വരും. അപ്പോൾ ED വരും എവിടെ? സേവനം കിട്ടാത്ത സ്ഥലത്തൊക്കെ ED വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.